സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എക്കോനെ കുറിച്ചാണ് ചർച്ചകൾ മുഴുവനും. കാരണം സിനിമ കണ്ടിറങ്ങുമ്പോൾ എക്കോയുടെ പ്രത്യേകത വെച്ചിട്ട് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ചർച്ച അവസാനിക്കുന്നില്ല, ആൾക്കാർ ഇതാ ലേയേഴ്സ് ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളിതാ സിനിമ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി ഇപ്പോഴും ചർച്ചയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുക. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, എന്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എക്കോ കാണണം, എക്കോ കാണേണ്ട കുറച്ച് കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ കുറച്ച് നമുക്ക് തോന്നിയ കുറച്ച് കാരണങ്ങൾ ആരെങ്കിലും ഒക്കെ കാണാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എലമെന്റ്. അതെ, ഇപ്പോഴും പറയാം, നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണുന്നുണ്ടോ. സത്യം, ഇത് ഒരു ഹെഡ്ഫോൺസിനും തരാൻ പറ്റാത്ത അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് നല്ലൊരു തിയേറ്ററിന് തരാൻ പറ്റുന്നത്. ഒരു ചെറിയ സിനിമയാണ്, ഒരു 2 മണിക്കൂർ കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു സിനിമ. ഭയങ്കരമായിട്ടുള്ള സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാണ്ട് വന്ന, പക്ഷെ ഒരു ഭയങ്കര സോളുള്ള, ഭയങ്കര ഒരു അടിത്തറയുള്ളൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. അത്യാവശ്യം നല്ല രീതിയിൽ പോളിഷ് ചെയ്തൊരു മലയാളം സിനിമ സ്ക്രിപ്റ്റ് ആണ്. നോർമലി നമുക്ക് 2 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ക്യാരക്ടേഴ്സുമായിട്ട് അത്ര കണക്ട് ആവില്ല. അവർക്ക് നല്ല ഡെപ്ത് ഉണ്ടാവാം, അവർ അത്ര നന്നായിട്ടായിരിക്കും പോർട്രേ ചെയ്തിരിക്കുന്നത്, പക്ഷെ നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ആവുന്നില്ല. പക്ഷെ ഈ 2 മണിക്കൂറിൽ നമ്മളും കൂടെ ക്യാരക്ടേഴ്സിന്റെ കൂടെ സഞ്ചരിക്കും. അതും കുറെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല, ഒരു വിരലിലുണ്ടാവുന്ന ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് സിനിമ വരുന്നുള്ളൂ. അതിലെല്ലാ ആൾക്കാരെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡയലോഗ് പോലും അനാവശ്യമായിട്ടോ ഒരു ഒറ്റ സീൻ പോലും നമുക്ക് ലാഗ് ആണല്ലോ. കാരണം നല്ല സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവി തന്നെ 2 മണിക്കൂറാണെങ്കിലും നല്ല സ്ലോ പേസിലാണ്. അതായത് ഗ്രാഫോൺ എങ്ങനെയാണ് ഓരോ നിഗൂഢതകൾ ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോയിട്ട് അവസാനം ഇങ്ങനെ കൊണ്ട് നിർത്തിക്കുകയാണ്. എന്നിട്ട് ഓഡിയൻസിന് ക്ലോഷർ കൊടുക്കോ? അതുമില്ല. നോർമലി നമ്മുടെ മലയാള ഓഡിയൻസ് എന്താ, നല്ലൊരു ക്ലൈമാക്സ് വേണം. നല്ലൊരു ക്ലൈമാക്സ് വേണം, സദ്യക്ക് ഉള്ളതുപോലെ തൃപ്തിയായെന്ന് പറയും. പക്ഷെ ഇതെന്താ, അതെ, പ്രേക്ഷകരിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോ വേണമെങ്കിൽ ഒരുപക്ഷെ ഒന്ന് റീവാച്ച് ചെയ്താൽ പ്രേക്ഷകർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. റീവാച്ച് സ്കോപ്പുള്ള സിനിമയല്ലേ. ഇനിയിപ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എക്കോ. ഈ പോസ്റ്ററൊക്കെ ഇറങ്ങിയ സമയത്ത് ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേനും ഒരു മല, അങ്ങനത്തെ ഒരു ഏരിയ, ഹില്ല്, അപ്പൊ എക്കോ എന്നൊരു പേര് കേൾക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പ്രതിധ്വനി, ആ ഒരു എക്കോ ആണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നമ്മള് ഫസ്റ്റ് ടൈം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഒട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെയിലർ അല്ല, ഒരു കൊറിയൻ മൂവി, ഭയങ്കര ടച്ച് ഉള്ളൊരു കളർ ഗ്രേഡിങ് കാട് എന്നുള്ള സാധനം നമ്മളെ ജീവനോടെ നമ്മളെയും കൂടെ ആ കാടിനകത്തോട്ട്, അത് ഒരു മിസ്റ്ററി ബിൽഡ് ചെയ്യുന്ന ഒരു ഗ്രേഡിങ് ആണ്. ഒരിക്കലും റിലാക്സേഷൻ അല്ല ആ കാടിന്റെ അറ്റ്മോസ്ഫിയർ. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേര് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്ന എക്കോ എന്നാണല്ലോ. പക്ഷെ ഈ പടം കണ്ടു കഴിയുമ്പോഴാണ് ആ എക്കോ എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിച്ച എക്കോ അല്ല നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന എക്കോ എന്ന വാക്ക് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അതായത് ഡബിൾ എന്നർത്ഥം. ഡബിൾ അല്ല, ഒന്നല്ലാത്ത 2, അതാണ് അദ്വൈതം എന്നാണ് ആക്ച്വലി സ്പെക്ട് ചെയ്യുന്നത്. ദ്വയമല്ലാത്ത ഒന്ന്, 2 ആണോ അല്ല, പക്ഷെ 1 ആണ്. അവർക്ക് വേണമെങ്കിൽ 1 പറയായിരുന്നു, പക്ഷെ അതിന് പകരം 2 അല്ലാത്ത 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, പേരിന്റെ ക്ലൂ ആണ് സിനിമയുടെ. ഇതൊക്കെ ആക്ച്വലി നിങ്ങൾ ഈ കാണുന്നത് സിനിമ കണ്ടതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും റിവ്യൂ കണ്ട് പോയി കാണേണ്ട സിനിമയല്ല. അതെ, തീർച്ചയായിട്ടും ഇത് ഒരു സ്പോയിലറൊക്കെ ഇതിനകത്ത് നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് കാണണം എന്ന രീതിയിലേക്ക് പോയത്. കുറച്ച് ഭാഗങ്ങൾ ഈ പറഞ്ഞ മലേഷ്യൻ ആക്ടേഴ്സ് ഒക്കെ ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അഭിനയം, അത് മലയാളം അറിയാത്തവര് മലയാളം ഡയലോഗ്സ് പറയുന്ന പോലെ നമുക്ക് ലിപ്സിംഗ് മനസ്സിലാവുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ പേര്, അതുപോലെ പെർഫോമൻസ്. അത് പറയുമ്പോഴാണ് പെർഫോമൻസ് എല്ലാ ആൾക്കാരും പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു 10-ൽ താഴെ ക്യാരക്ടേഴ്സ് സിനിമയിൽ മെയിൻ ആയിട്ടുള്ളൂ. അതിലെല്ലാ ആൾക്കാരും ഗംഭീര പ്രകടനമാണ്. ഇതും കുര്യച്ചൻ എന്നുള്ള ക്യാരക്ടർ കാണിച്ചിരിക്കുന്ന സച്ദേവ്, അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് വെച്ചാൽ ഭയങ്കര ചാം, കരിസ്മ ഒക്കെ കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ്. അതിന്റെ കൂടെ മിസ്റ്ററിയും കൂടെ. ഇത് എല്ലാം കൂടെ ഒരു നടൻ അഭിനയിച്ച് ഫലിപ്പിക്കണം. അത് കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ആൾക്കാർ ഇയാളെ പറ്റി പറയുന്നതെല്ലാം ഇയാള് എന്ത് ചെയ്യണം, അതിനോട് നീതി പുലർത്തണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഫ്ലോപ്പ് ആയി. അതായത് കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു ആക്ടറാണ് സത്യം. കാരണം പുള്ളി മലയാളിയല്ല, ഗുജറാത്തി ആക്ടർ എന്തോ ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. കാരണം ഈ സിനിമ പോകുന്ന ഫുള്ള് കുര്യച്ചനൂടെയാണ്. പക്ഷെ കുര്യച്ചന് ഭയങ്കരമായിട്ട് സ്ക്രീൻ പ്രസൻസോ അങ്ങനത്തെ ഇല്ല. പക്ഷെ എന്നാലും കുര്യച്ചന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മുഴുവൻ കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കൊരു നിഗൂഢതയുണ്ട്, സിനിമയിലുടനീളമുണ്ട്. അത് ആ ക്യാരക്ടറിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും അവർ അങ്ങനത്തെ ഒരാളെ കാസ്റ്റ് ചെയ്തത്. നമുക്കധികം കണ്ടു പരിചയമില്ലാത്ത ഒരാളെ അതിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെയുള്ള സന്ദീപ് തീർച്ചയായിട്ടും
വളരെ പ്രോമിസിംഗ് ആയിട്ട് ഒരു ആക്ടറാണെന്ന് പിന്നെയും തെളിയിക്കുകയാണ്. ഇത് മലയാളം ഇൻഡസ്ട്രിയുടെയും കൂടെ ഒരു പ്രോമിസ് ആണ്. കാരണം ഒരാൾ അയാളുടെ കരിയറിന്റെ ഹൈപ്പിലേക്ക് എത്തി ആയിക്കരി വരും, സാധനങ്ങൾ വരും, കൊടുക്കാനുള്ളത് ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ഒരിക്കലും ഒരാളുടെ കാലിബർ വേസ്റ്റ് ആക്കിയിരിക്കേണ്ട ഒരു സംഭവം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഒരു സ്ലോ ആയിട്ട് വന്ന ഒരു നടനാണ് സന്ദീപ്. കാരണം പതിയെ കുഴപ്പമില്ലാത്ത സിനിമകളൊക്കെ ചെയ്തു. അങ്ങനെ 1, 2, 3 സിനിമ കഴിഞ്ഞിട്ട് എൻ്റർലി ഇപ്പൊ നമ്മൾ മുന്നേ നോക്കിയ പടക്കളവും ആലപ്പുഴ ജിങ്കാനയും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സന്ദീപിനെ. അല്ല, ഒരു 2 വർഷത്തിൽ ഒരാൾക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ? അയാളുടെ ഒരു ലൈക്ക് കോളേജ് പോയി അത് ചെയ്യാൻ പറ്റി. ഇതിപ്പോ ഒരു നെഗറ്റീവ് ആണോ അത് പോസിറ്റീവ് ആണോ അങ്ങനത്തെ ഒരു പിയാസ് ആണ് ക്യാരക്ടറിന്റെ പേര്, പിയൂസ്. അപ്പൊ അത് ചെയ്തു വെച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ട് സന്ദീപ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആക്ടർ ഉണ്ട്, നരയനുണ്ട്, വിനീത് ഉണ്ട്, അശോകൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബിനു പപ്പു, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നിരയുണ്ട്. ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്ക്രിപ്റ്റിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അവരത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഈ മലേഷ്യൻ ആക്ട്രസ് ബിയാന മൊമിൻ, പുള്ളിക്കകത്ത് വളരെ രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മലേഷ്യൻ സ്ത്രീ ആയിട്ട് തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത്, പക്ഷെ മലയാളം സംസാരിക്കുന്നുണ്ട്. ആ ഡബിങ്ങില് വളരെ ഡീറ്റെയിൽ ആയിട്ട് KPSC ലീലയാണ്. ഞാൻ ആലോചിച്ചത് മലേഷ്യൻ ആക്ട്രസ് തന്നെയാണ്. ലിപ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. ഭയങ്കര രസമായിട്ടാണ് ലിപ്സിംഗ് ഒക്കെ പിടിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് KPSC ലീല ചെയ്തും പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിനയവും എടുത്തു പറയണ്ട, വളരെ അവരെ ട്രെയിൻ ചെയ്തേക്കുന്ന ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അതാണ് ക്യാരക്ടർ പറയുമ്പോ നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ബാഹുലിന്റെ റൈറ്റിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അനിമൽ ട്രിലോജിയുടെ അവസാനത്തെ ഭാഗമാണിതെന്ന് പറയുന്നു. കാരണം കേരള ക്രൈം ഫയൽസിന്റെ 2ാം പാട്ട് കിഷ്കിന്ദ കാണ്ഡം, ഇപ്പതേ എക്കോ, ആദ്യം ഒരു ഡോഗ് വെച്ചിട്ട് തന്നെ ഒരു സാധനം, പിന്നെ ഒരു മങ്കീസ് കുരങ്ങുകളെ വെച്ചിട്ട്, ഇപ്പൊ പിന്നെയും എങ്ങനെ കഥ ഉണ്ടാക്കിയെടുക്കാം. നമ്മള് കിഷ്കിന്ദ കാണ്ഡം കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലായി എങ്ങനെ ഈ കൊരങ്ങനെ ഒരു പ്ലോട്ട് ആക്കി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതാണ് ഇവിടെ ഡോഗ്സിനെയും കാണിക്കുന്നത്. ഡോഗ്സിന് വരെ നല്ലൊരു അതെ, ഇതില് ഡോഗ്സ് ആണ് മെയിൻ. ആക്ച്വലി ഈ ഡോഗ്സിനെ ചുറ്റിപ്പറ്റിയാണ് കഥ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എല്ലാം. ഡോഗിന് കറക്റ്റ് ടൈമിങ്ങിൽ ഈ പട്ടികൾ ഓടി വരുന്നു, നിൽക്കുന്നു, പോസ് ചെയ്യുന്നു, നോക്കുന്നു, അതൊക്കെ ഭയങ്കര വണ്ടറാണ്. ഇതുങ്ങളെ ഈ പട്ടികളെ ട്രെയിൻ ചെയ്തതും ഇതിൽ അഭിനയിപ്പിച്ചതൊക്കെ കുറച്ച് ടാസ്കുള്ള പരിപാടിയായിരുന്നു. അത് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞ പോലെ ടെക്നിക്കൽ വശം കൂടെ ഉണ്ട് ഇതിന്റെ മ്യൂസിക്, ഓഡിയോഗ്രാഫി. കാരണം ഈ പട്ടിയൊക്കെ മുരളുന്ന സൗണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിങ്ങനെ വേറെ ഒന്നും വേണ്ട. ആ ഒരു മിസ്റ്ററി നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ടെൻഷൻ തരാൻ വേണ്ടിട്ട് മനസ്സിലാവും സംതിങ് ഈസ് റോങ് അല്ലെങ്കിൽ സംതിങ് ഈസ് കമ്മിങ് എന്ന രീതിയിൽ ആ ഒരു പട്ടിയുടെ മുരൾച്ച. അതുപോലെ തന്നെ റൈറ്റർ തന്നെയാണ് ഇവിടെ സിനിമാറ്റോഗ്രാഫർ ആകുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത കൂടി പടത്തിലുണ്ട്. അപ്പോൾ ബാഹുലിനെ അറിയാം താൻ ഉദ്ദേശിച്ച കഥകളിൽ കാണിക്കേണ്ട വിഷ്വൽസ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ. അത് വളരെ ക്ലീൻ ആണ്. കാരണം ഈ കാടൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്കറിയാം നോർമലി വെറുതെ ഒരു കാട് കാണിച്ചു പോകുന്ന ഒരു അല്ല, ഈ ടെറൈനും ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം കാടിനെ അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ നോർമലി സിറ്റിയിലാവുമ്പോ പീപ്പിൾ ആർ ലൈക്ക് ഐ ആം ദ കിങ്. അതല്ല, ആ ഒരു ആൾക്കാരുടെ ഹെൽപ്ലെസ്നെസ്സും കൂടെ ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. കാട്ടിനുള്ളിൽ മനുഷ്യൻ കാടിനെ അറിഞ്ഞാൽ ജീവിക്കുന്നത്, റൂൾസ് ബ്രേക്കാൻ പോവില്ല. കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹുൽ കാണിച്ചിരിക്കുന്ന എഴുതുമ്പോൾ ബാഹുലിന് അറിയാൻ പറ്റുമായിരുന്നിരിക്കണം. അതായത് ഒരു മിസ്റ്ററി, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു മിസ്റ്ററി കൊണ്ടുവരണം. കാടിന്റെ വിഷ്വലിന്, അതിന്റെ കളറിന് ഒരു ഡാർക്ക് ഗ്രീനും ഒരു വെറ്റും ലൊക്കേഷൻസും ഒരു മഞ്ഞും മഴ കൂടി നടന്ന ഒരു തണുപ്പം പ്രദേശമാണെന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, കാണാൻ പറ്റും, ഓക്കെ, നമുക്ക് ഫീൽ ചെയ്യാനും കൂടി പറ്റും. വിഷ്വൽസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഫീൽ ലൈക്ക് നല്ലൊരു മ്യൂസിക് ഒക്കെ മലേഷ്യൻ മ്യൂസിക്കും വരുന്നത്. അത് സത്യം അറിയില്ല, നമ്മൾ കിഷ്കിന്ദ കാണ്ഡത്തിലും അങ്ങനെ വേറൊരു കമ്മ്യൂണിറ്റിയുടെ മ്യൂസിക് ഇടയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും മലേഷ്യയുടെ പോർഷൻസ് കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കൊറിയൻ അല്ലെങ്കിൽ ഏതൊരു മലയാളം ഭാഷയിലുള്ള സിനിമ കണ്ട ഒരു ലുക്കാണ്. ആ ഒരു അവർ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം അങ്ങനത്തെയാണ്. ഭയങ്കര അതും ഒരു മിസ്റ്റീരിയസ് ആയിട്ട് സ്ഥലമാണ്. അത് മാത്രമല്ല, ഈ പ്ലോട്ടിനകത്ത് കുറെ അധികം ലേയേഴ്സ്, ഇവിടെ കേരളത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, റിവെഞ്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പടത്തിലൂടെ നീളം പറഞ്ഞു പോകുന്ന ഒരു സെന്റൻസ് ഭയങ്കര പ്രധാനമുണ്ട് ഈ സിനിമയിൽ. അതിന്റെ ഫിലോസഫി തന്നെ അതിനകത്ത് ഇരിക്കുന്നു പലപ്പോഴും തോന്നി എനിക്ക്. പിന്നീട് നോക്കിയപ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ആർ ബോത്ത് ലുക്ക് സെയിം എന്നാണ് പറയുന്നത്. അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കഥ തരുന്നുണ്ട്. ആ കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കും തന്നെ തോന്നിക്കും പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ അത് സെയിം അല്ലേ. നമ്മളുടെ ഓഡിയൻസിന്റെ ലൈഫിലും കൂടെ അത് എൻകോർപ്പറേറ്റ് നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ഫിലോസഫിക്കൽ സൈഡും കൂടെ ഈ മൂവിക്ക് ഭയങ്കരമായിട്ട് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരുപാട് ലെയറുകളുള്ള ഒരു കഥയാണ്. വളരെ മനോഹരമായിട്ട് അതിന്റെ ടീം ഫുള്ള്, അത് ഒരാളെ എന്നല്ല കേട്ടോ, എല്ലാവരെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം ഏതൊരു ഇന്റർവ്യൂലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു,
മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ഷൂട്ടിംഗ് അവര് ചെയ്യാം. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ് ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, മരത്തിലിടിച്ച് നിർത്തുന്നില്ല, അതൊക്കെ ശരിക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തൊരു വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമ. ബ്രില്യന്റ് എന്ന് തന്നെ ഉപയോഗിക്കല്ലേ വാക്ക്, ബ്രില്യന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ഒരു ഇഞ്ച് പോലും ഓഡിയൻസ് ബാക്കിലോട്ടിരുന്നുണ്ട്. കണ്ട ഒരാളും ഇല്ലേ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്, സത്യം അത് ഉറപ്പാണ്. അല്ല ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സിനിമയാണെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് ചോദിക്കുന്നത് അതെ, ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട് ഒരുപാട്. ആ അങ്ങനെയുള്ള പ്രേക്ഷകരെ ഒരുപാട് രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു സിനിമ കാരണം ഒരു ഓഡിയൻസിനെ മാറ്റിയെടുത്തു ഈസിയായി. അതെ, കാരണം ഇപ്പൊ ഈ ടീം ഒന്നിക്കുന്നു പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് കിഷ്കിന്താകാലത്തെ ടീം ഉറപ്പായിട്ടും അതിന്ന് ആ ഒരു പ്രതീക്ഷക്ക് ഒരു കുറവും ഇല്ലാണ്ട് അതിനേക്കാൾ ഒരുപടി മുകളിലാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മൾ ഇങ്ങനെയായിരിക്കും ക്യാമറ, അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയി പോകും. അത് ഈ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വൻ മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങനത്തെ ട്വിസ്റ്റ് ഒന്നുമില്ല. ഒറ്റ സെന്റൻസിലോ ഒറ്റ വിഷ്വലിലോ ഒരു ഡയലോഗിലോ മാത്രം ഒതുങ്ങുന്ന ട്വിസ്റ്റുകളാണ്. ഈവൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് അടിപൊളി ക്ലൈമാക്സാ, പക്ഷെ ഇത് മറ്റേ ഭയങ്കര സെറ്റിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, സൈലൻസ്. ഒരു ആ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി എന്ന് പറയുന്നത് ഒരു 5-6 സെന്റൻസിലെ ക്ലൈമാക്സ് അവർ അവസാനിപ്പിക്കണം. അതും ബ്രില്യന്റ് ആയിട്ട്, അതും 2 മിനിറ്റില് ആക്ഷൻസ് ഫുള്ള് മാറി പ്രതീക്ഷിക്കുന്ന സാധനം പോയി. അതെ, അപ്പൊ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണും. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്, കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം അതിന്റെ വിഷ്വലും സൗണ്ടും ഒക്കെ കൊണ്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്ലസ് തിയേറ്റർ കണ്ട ആൾക്കാർ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. നമുക്ക് ഡിസ്കഷൻസ് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ വരുമ്പോൾ അടുത്ത ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.